നമ്മളെല്ലാവരും തന്നെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ അല്ലേ? എല്ലാവരും നമ്മളിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സ്പീക്കേഴ്സ്, നമ്മുടെ ടി വി, ഏത് ഡിവൈസ് ആണെങ്കിലും തന്നെ നമ്മൾ പാട്ടുകൾ ആസ്വദിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് അല്ലെ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്ട്രീമിംഗ് എന്നുള്ളൊരു ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് സ്ട്രീം ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ പഴയ ചില ഡിവൈസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഹൈഫൈ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഓൾഡ് ജനറേഷൻ ഡിവൈസുകളാണെങ്കിൽ അതിന് ബ്ലൂടൂത്ത് കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകൾക്ക് നമുക്ക് ഈ കേപ്പബിലിറ്റി കൊടുക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് നമ്മുടെ വളരെ ഫേമസ് ബ്രാൻഡായിട്ടുള്ള ലോജിടെക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മറ്റു ഡിവൈസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലിപ്പോൾ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് നമുക്കൊന്നറിയാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് വളരെ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രാൻഡ് ലോജിടെക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വൺസ് അഗൈൻ സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും മുമ്പ് തന്നെ നമുക്കിപ്പോൾ പറയാം, ഇത് ബ്ലൂടൂത്ത് ടെക്നോളജി കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടത് നമ്മുടെ 5 വോൾട്ട് DC യുടെ ഒരു അഡാപ്റ്ററാണ് സംഭവം. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ അഡാപ്റ്ററാണ് നമുക്ക് കണക്ട് ചെയ്യുന്നത്. അത് മെയിൽ പ്ലഗ് ടൈപ്പാണ് സംഭവം. ഈ ഒരു അഡാപ്റ്ററാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ ഒരു ബ്ലൂ ഒരു ലൈറ്റ് ഇവിടെ കത്തും. അതാണ് അതിന്റെ പവർ ഓൺ എന്നുള്ള ഒരു സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആ ഒരു പെയറിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഡിവൈസുകൾ വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് പെയർ ചെയ്യാം. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബ്ലൂടൂത്ത് മൾട്ടി പോയിന്റ് ടെക് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഡിവൈസുകൾ ഒരേ സമയത്ത് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് വെച്ചായിരിക്കും, പക്ഷെ നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ ഡിവൈസുകൾ 2 കണക്ട് ചെയ്തിട്ട് നമുക്ക് അതനുസരിച്ച് നമ്മുടെ ആവശ്യാനുസരണം പ്ലേ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള പോർട്സ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൂടൂത്ത് പെയറിംഗ് ബട്ടൺ. ഓക്കെ, പിന്നെ ഇവിടെ ലോഗോ ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ബാക്കി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ 2 പോർട്ടുകൾ വരുന്നതാണ് സംഭവം. ഇതിന്റെ ഓക്സ് പോർട്ട് ഇതുവഴി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീരിയോ സിസ്റ്റംസിലേക്കോ ഇതിനകത്തേക്ക് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇത് ഔട്ട്പുട്ടാണ്, ഓക്സ് ഔട്ട് ടു നമ്മുടെ സിസ്റ്റം ഇന്നിലേക്ക് കൊടുക്കാം. പിന്നെ RCA ടു RCA നമ്മുടെ ഓഡിയോ വീഡിയോ റിസീവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഇത് കണക്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് റെഡ് വൈറ്റ് ആണല്ലോ, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമുക്ക് RCA പിൻ ടു RCA നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ RCA ടു 3.5 mm കൊടുക്കാം. ഇപ്പോൾ അങ്ങനെ ഇതിന്റെ ഒപ്പം കിട്ടുന്ന തന്നെ ഒരു കണക്ടറാണിത്. RCA ടു 3.5 mm പോർട്ട് വരാവുന്ന രീതിയിലുള്ള ഒരു കണക്ടറാണ് നമുക്ക് ഇതിന്റെ ഒപ്പം കിട്ടുന്നത്. ഓക്കെ, ഈ കേബിളിന്റെ ഒപ്പം കിട്ടുന്നു. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമ്മൾ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ നമ്മുടെ ഒരു ലോജിടെക്കിന്റെ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇൻബോക്സിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിന്റെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ബ്രാൻഡ് ലോജിടെക് എന്ന് പറയാൻ കാരണം ഇവരുടെ ഹോം തിയേറ്റർ സിസ്റ്റംസ് അല്ലെങ്കിൽ അതേപോലുള്ളതിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് നിങ്ങൾ അതിന്റെ റേറ്റ് ഒക്കെ ചെക്ക് ചെയ്താൽ അറിയാം. അത് ഒരു പ്രീമിയം ലെവൽ റേറ്റിംഗ് ആണ്. അപ്പോൾ അത് ആ ഒരു ക്വാളിറ്റി അതിന് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ വളരെ ഒരു എഫക്റ്റീവ് ആണ്. ഞാനത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ള ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഇതിനൊരു 15 മീറ്റർ റേഞ്ചിൽ നമുക്കിത് ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് ഇതിന്റെ കവറേജ് കിട്ടും. അപ്പോൾ അതെന്തായാലും പിന്നെ ഡിസ്റ്റർബൻസുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരു ഡ്രോപ്പ് വരുന്നുള്ളതല്ലാണ്ട് വേറെ ഒരു രീതിയിലും നമ്മുടെ സ്ട്രീമിങ്ങിന്റെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ ഇതിന് 1 year ലിമിറ്റഡ് ഹാർഡ്വെയർ വാറന്റിയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു യൂസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഡിവൈസ് നമുക്കിപ്പോൾ വീട്ടിൽ നമുക്ക് നമ്മുടെ ഇതേപോലുള്ള ബ്ലൂടൂത്ത് കേപ്പബിലിറ്റി ഇല്ലാത്ത ഡിവൈസുകൾക്കൊക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കാർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഇൻബിൽറ്റ് സ്റ്റീരിയോ സിസ്റ്റംസ് ഇപ്പോൾ കുറച്ച് പഴയ മോഡൽ കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് സിസ്റ്റം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് സിസ്റ്റം സെറ്റുകളെല്ലാം വച്ചിരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല. ഓക്സ്പോർട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഓക്സ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ USB കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ബ്ലൂടൂത്ത് സ്ട്രീമിംഗ് ലിമിറ്റഡ് ആയിരിക്കാം. അങ്ങനെയുള്ള മോഡലുള്ള വേറെ നമ്മൾ സെറ്റ് മാറ്റി വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഡിവൈസ് മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്യാം. ഇതിന് നമുക്കൊരു കേബിൾ മേടിച്ചാൽ മതി. നിങ്ങൾ നമ്മൾ ഈ പറഞ്ഞ മെയിൽ പോർട്ടുള്ള USB to ഈ പറഞ്ഞ പോർട്ടുള്ള ഒരു കേബിൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈസ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാറിൽ നിന്നുള്ള ചാർജിങ് ഡിവൈസിൽ നിന്ന് നമുക്ക് അത് കണക്ട് ചെയ്ത് അപ്പോൾ ആ ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് കാറിൽ നമുക്ക് അറ്റാച്ച് ചെയ്തോ സ്റ്റിക്ക് ചെയ്തോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ത്രൂ നമുക്കിത് പ്ലേ ചെയ്യാം. അപ്പോൾ കാറിലുള്ള ആ പ്ലേയേഴ്സും നമുക്ക് സ്മാർട്ടാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെയും കൂടെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്.
ഓക്കെ. അപ്പോൾ നമ്മളിത് ഇതിനങ്ങനെ വേറെ പവർ ഓൺ ബട്ടൺ ഓഫ് ബട്ടൺ എന്നൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സിൽ ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് കുറവുകളുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക, നമ്മളതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ. വീഡിയോ വാച്ച് ചെയ്തതിന് വളരെ നന്ദി. ഓക്കെ. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം.